നീലലയഭാവം കുങ്കുമമേഘം കുളിരു കോർക്കുമൊരു മഞ്ഞല പോലെയുലാവാം. അമ്പിളിനാദം മീട്ടുമൊരു തമ്പുരു പോലെ തലോടാം. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തൂവൽ മെനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. ഓക്കെ. ഓക്കെ. അല്ല സതികൊച്ചേ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇത്രയും കാലം ഞങ്ങൾ പിന്നെ എന്താ ചോദിച്ചത്? ഇൻസ്റ്റാഗ്രാം ഐഡി ഉണ്ടോ എന്നല്ലേ ചോദിച്ചത്. ഇപ്പൊ പറയും ഇൻസ്റ്റാഗ്രാം ഐഡി സതി ഡോക്ടർ എന്ന്. ഇക്കൊക്കെ ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ. എന്റെ ഐഡി മറ്റേ ഇതിലുണ്ട്, നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നഹി എന്ന് പറഞ്ഞ നഹി. നഹി പറഞ്ഞ ഫേസ്ബുക്ക് ഉണ്ടോ? ഫേസ്ബുക്ക് ഉണ്ട്. ഫേസ്ബുക്ക് എന്നെ ഒന്ന് ഫോളോ ചെയ്യണം. എന്റെ ഫേസ്ബുക്കും ഉണ്ട് അതിനകത്ത്. ഓക്കെ ഓക്കെ. ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുക്കണ്ട. ഇപ്പത്തെ കാലത്ത് ഇൻസ്റ്റാഗ്രാം ആണ് വില്ലേ. ഈ വയസ്സാം കാലത്ത് ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്തിട്ട് എന്തില്ല. ഒരു നല്ലതല്ലേ. ദേവിന്റെയൊക്കെ വീട് എവിടെയാ? എന്റെ വീട് കോഴിക്കോടാണ്. ഹസ്ബൻഡ് പാലക്കാടാണ്, കൊല്ലങ്കോട്. കൊല്ലങ്കോട്. ഓക്കെ. ഞാൻ യാക്കരയിലുണ്ടായി, പാലക്കാട് യാക്കരയില് 13 വർഷം ഉണ്ടായിരുന്നു. ഞാനില്ല, ഫാമിലി ഉണ്ടായിരുന്നു. എന്റെ ഫാമിലി വൈഫ് സ്റ്റാഫ് നേഴ്സാണ്. പുള്ളിക്കാരി പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലായിരുന്നു. പിന്നെ ഇപ്പം ഇങ്ങോട്ട് പെരുമ്പാവൂരിനൊക്കെ പ്രൊമോഷൻ ട്രാൻസ്ഫർ ആയി. ഇപ്പൊ ഹെഡ് നേഴ്സ് ആയിട്ട് വീണ്ടും പാലക്കാട് ജില്ലയിലോട്ട് പോയി. അടിപൊളി, നന്നായിട്ടിരിക്കട്ടെ. എന്റെ മൂത്ത മോള് സാനിയ, അവള് BSc നഴ്സിംഗ് പഠിക്കുന്നു ബാംഗ്ലൂര്. രണ്ടാമത്തെ മോള് സന, അവള് 9th-ലാണ്. വൈഫിന്റെ കൂടെ അവിടെ ക്വാർട്ടേഴ്സിലുണ്ട്. അപ്പൊ ഞാനിപ്പോ നാട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ മസ്കറ്റിലായിരുന്നു. ഞാൻ അന്ന് അവിടെ കസ്തൂരിന്റെ ടൈമില് അവിടെ നിന്നിട്ടല്ലേ പാട്ടൊക്കെ പാടി? ഞാൻ അവിടെ എനിക്കൊരു ഷോപ്പാണ് അവിടെ. അപ്പൊ ഇപ്പൊ അളിയനുണ്ട്. ഞാൻ ഇടയ്ക്ക് വർഷത്തിൽ ഇങ്ങനെ 2-3 പ്രാവശ്യം പോകും, പർച്ചേസ് ചെയ്യും, പിന്നെ തിരിച്ചു വരും. ഇവിടെ പിന്നെ ബിൽഡിങ്ങിന്റെ മെയിൻ്റെനൻസിന്റെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. ലൈഫ് ഹാപ്പി ആയിട്ട് പോട്ടെ. ഇങ്ങനെയൊക്കെ അങ്ങ് എന്ത് പോകും. ഹാപ്പി ആയിട്ട് പോട്ടെ. നമുക്ക് അത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ പോണമെന്നുള്ളൂ. മുന്നോട്ടുള്ള ജീവിതം എപ്പോഴും നന്നായിട്ടിരിക്കണം. മക്കൾ എത്ര പേരുണ്ട്? എനിക്ക് ഒരാളുള്ളൂ. 2.5 വയസ്സായി. ഒരു പെൺകുട്ടി. കല്ലൂസിലെ ലൈവിൽ ഇപ്പൊ വരാറില്ലേ? നിഷയുടെ ലൈവില്? നിഷേച്ചിയുടെ ലൈവിലൊക്കെ പോവാറുണ്ട്. ഞാൻ അവിടെ വെച്ച സബ്ബാക്കിയെ. ഞാന് പിന്നെ മോളുള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും അങ്ങനെ കേറാനൊന്നും പറ്റത്തില്ല. പിന്നെ ഹസ്ബൻഡാണ് അധികവും എല്ലാ ലൈവിലും കേറുന്നത്. മോള് ഫോണ് വാങ്ങി വെക്കുന്നോണ്ടേ ഞാൻ ഫോൺ എടുത്ത അപ്പൊ അവക്കും ഫോൺ വേണം. കുഞ്ഞല്ലേ, കുറെ നേരം ഫോൺ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഹസ്ബൻഡ് സമയം മഠത്തില് ഹരിബ്രോ ഞാൻ നേരത്തെ പാലക്കാട് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ വൈഫ് പാലക്കാടുണ്ട്. ഞാനിപ്പോ പെരുമ്പാവൂരാണ് സെറ്റില്. ഞാൻ ഇവിടെ വീട് മേടിച്ച് ഇവിടെ സെറ്റിലായതാണ്. എന്റെ സ്വന്തം നാട് കായംകുളമാണ്. അങ്ങനെ പല ഇങ്ങനെ കറങ്ങി. ദേവൂസേ, ഇക്കയുടെ സൗണ്ട് കേട്ടോ, ലാലേട്ടന്റെ സൗണ്ട് പോലെ ഇല്ലേ പറയുന്നുണ്ട് സന്തോഷ് ഡോക്ടർ. എന്റെ പൊന്നെ. സതിമുത്ത് ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും. ശിവചേട്ടോ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ കണ്ടു. സിബിൻ ബാബ മൈസൂര് പറയുന്നുണ്ട്. അല്ലെ, ഞാൻ മൈസൂരാണ്. ഇടയ്ക്ക് വന്ന ആളെ ഞാൻ കണ്ടു. നിങ്ങൾ എന്താ വെച്ചാൽ ആയിക്കോ വെച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. ഉണ്ട് കേട്ടാ പറയുന്നത് സതിക്കൊച്ച്. അളിയ പാട്ട് ഉഷാറായിട്ടുണ്ട് കേട്ടോ പറയുന്നു. നല്ലപോലെ നടക്കുന്ന ലൈവിൽ ചൊറിഞ്ഞു കേറാൻ വരുന്നുണ്ട് കുറെ ഐറ്റങ്ങൾ. ഏതോ ഒരു ഹോഹോട് ബാഡ് കമന്റ് ആയിട്ട്. എന്താ പ്രശ്നം സതിക്കൊച്ചി? എന്ത് പറ്റി? എന്താ പ്രശ്നം? നീ ഉറങ്ങുമായിരുന്നു അവിടെ സിബിനെ? അപ്പൊ അവിടെ ഇവൻ പാട്ട് കേട്ടോ ഉറങ്ങുക വന്നിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ വന്നിട്ട് എന്താ പ്രശ്നം? ഐഡിയ ആകുമ്പോ സതിമുത്തേ ഒന്നും പറ്റിയില്ല. മേളിൽ ഒരു മെസ്സേജ് സിബിനേട്ടൻ കണ്ടില്ലേ ചോദിക്കുന്നുണ്ട്. ഹായ് വിജു ചേട്ടാ, ലൈവിലേക്ക് സ്വാഗതം. അപ്പൊ ഇക്ക കിടക്കാനായോ? അപ്പൊ ഒരു കൃഷ്ണന്റെ പാട്ടുണ്ട് പാടാം. ഓക്കെ. ശംഖുമില്ല, കുഴലുമില്ല,
നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം